സോ ഗൈസ്, ഇതാണ് നമ്മളെ ഇന്നത്തേക്കുള്ള ഔട്ട്ഫിറ്റ്. ഇപ്പൊ 10:30 10 മണിക്ക് പരിപാടി തുടങ്ങുന്നതാണ് എന്തിനായി കാണുന്നത്. സോ ഇത് ഡേ 1 ഓഫ് ഓണ സെലിബ്രേഷൻ ആണ്. നമുക്ക് 7 മണി തൊട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു കോളേജിൽ. അത് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ കോളേജിൽ എത്തും. ഓക്കെ ഗൈസ്, ഇപ്പൊ രാവിലെ 7 മണി. നമ്മളെ ബോക്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ചാപ്പിയുടെ നേതൃത്വത്തിൽ ചാപ്പിയുടെ ഫാദർ സാധനങ്ങളൊക്കെ എത്തി. ഒന്ന് അടുക്കിയിട്ട് തരാം. സമയം എന്തായിരുന്നു ഓൾറെഡി 8 മണി. 7 മണിക്ക് എത്താൻ പറഞ്ഞത് ലേറ്റ് ആയിപ്പോ. ജസ്റ്റ് 1 മണിക്കൂർ ലേറ്റ് ആയി. നമുക്ക് റെഡിയാവോ? വരാനുള്ള റെഡിയായാലും ശരിയാകാം. ഇവിടെ ബോക്സ് ഒക്കെ സെറ്റായി. ശരിയാണ്. കോളേജിൽ എത്തിക്കഴിഞ്ഞ് പക്ഷെ ചെറിയൊരു മൊണ്ടി പറ്റിയെന്ന് വെച്ചാ നമ്മളെ സ്പീക്കർ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ആംപ്ലിഫയറോ? നിനക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്ന് നാട് അളിയൻ കിളി പോയിരിക്കുകയാണ് ട്രിപ്പായ എന്റെ. നിനക്കൊല്ലം പറയാനുണ്ടോ? ഇന്ന് വെക്കാറ് ഇടി കിട്ടും പിള്ളേ. അതാണ് എല്ലാളും മൂഞ്ചി കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മള് പണിയെടുത്ത് ഇനിയിപ്പോ ഈ ബോക്സിന് വേറെ പൈസ കൊടുക്കണമെന്നാ പറഞ്ഞത്. പൊട്ടിയുണ്ട് എന്തെങ്കിലും പറയണ്ടേ. നമ്മളെ കിരൺ എത്തിയിരിക്കുന്നു. കിര വ്ളോഗിനൊരു ഹൈ കൊടുത്താണ്. നമ്മളെ വിജയ് പ്രേക്ഷകരോട് എന്തെങ്കിലും പറഞ്ഞാണ്. അതെ, ഹാപ്പി ഓണം ഗായ്സ്. ഹാപ്പി ഓണം. നിരഞ്ജ, എന്റെ കഴിഞ്ഞ വ്ളോഗിന് ആരും കണ്ടില്ലേ? വ്ളോഗ് ഇത് വേറെ വലുത് സെക്കൻഡ് ഇയർ ബാച്ച് പിള്ളേർ. ഫസ്റ്റ് ഇയർ ആണ്. പരിചയപ്പെടുത്തണം. എന്റെ പേര് ഷാമിൽ. ക്യാമറ ഷാമിൽ. കവിയെ ഇനി പരിപാടി തുടങ്ങിയിട്ട് ബോക്സ് പോയ സ്ഥിതിക്ക് നമുക്ക് ഇനി റാലിയാണ് കാരണം. റാലി കഴിഞ്ഞിട്ട് വരുമ്പോ ബോക്സ് ശരിയാവും എന്ന് വിശ്വസിക്കുന്നു. റാലി കഴിഞ്ഞ് വരുമ്പോ ബോക്സ് ശരിയാവും. നമ്മളെ തമ്പോലയ്ക്ക് സമയമായിരിക്കുന്നു. ഭവനെ, എന്താണ് തമ്പോലയെ കുറിച്ച് പറയാനുള്ളത്? തമ്പോല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു തരം ഒരു നല്ല സൗണ്ട് കേൾക്കുന്ന ഒരു കൊട്ട് സെറ്റപ്പ്. ഞാൻ എന്താണ് പറയാനുള്ളത് പരിപാടിയെ കുറിച്ച്? നല്ല അഭിപ്രായം. ഓക്കെ, എന്റെ ചോദിച്ചിരിക്കും. കാവ്യെ പറഞ്ഞോളൂ. നല്ല ഇത് പറയാൻ ഇത്ര പാട്ട് മാത്രം സെറ്റായി. അതിപ്പോ 5 മിനിറ്റ് ഇപ്പൊ സെറ്റാവും. നമ്മളെ ടീം എത്തിരിക്കുകയാണ്. ഈ കുറച്ചു നേരത്തെ കലാപരിപാടികൾ കാണാൻ കേട്ടോ. ഓക്കെ,
അങ്ങനെ ഒരു വിധത്തിൽ നമ്മള് പോസ്റ്ററിനെ കഴിഞ്ഞ് ഇനി നേരെ ജാഥയ്ക്കാണ്. ജാഥയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ തൊട്ടടുത്ത നിമിഷത്തിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ സംസാരിക്കാൻ വയ്യ. ശബ്ദം കാരണം ഒന്ന് കേൾക്കാൻ പാടില്ല. 1 മണിക്കൂറിന്റെ കഷ്ടപ്പാടായിരുന്നു ഈ പോസ്റ്റർ. എങ്ങനെ ആരും എന്തായാലും ഈ വീഡിയോ കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഇനി ജാഥയ്ക്ക് പോയിട്ട് കാണാം. ജാഥയുടെ ദൃശ്യങ്ങൾ കാണാം. സോ ഗൈസ്, ഓണം കഴിഞ്ഞ് ഓണപരിപാടിയും കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. സോ ഇതാണ് ഔട്ട്രോ. ഓണപരിപാടി വ്ളോഗ് എല്ലാം വീഡിയോയാണ് ഇതുവരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താണെന്ന് വെച്ചൊക്കെ ചെയ്യുക. അടുത്ത വ്ളോഗ് വരാൻ പോണ 3 ട്രാവലാണ്. അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഇതിന്റെ ഔട്ട്രോ മീൻസ് ഉച്ചയ്ക്ക് കുറച്ച് തിരക്ക് കാരണം ബാക്കി വ്ളോഗ് എടുക്കാൻ പറ്റില്ല. സോ ബൈ.